വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിലപാടിൽ ദേശീയ നേതൃത്വവും സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നതും ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത്. രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലതെന്ന് VD സതീശനും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, ഒരു വശത്ത് പ്രതിഷേധം കനക്കുകയാണ്. എന്തായിരിക്കും രാഹുലിന്റെ ഇനിയുള്ള നീക്കം എന്നുള്ളൊരു കാര്യമാണ് ഇനി ബാക്കിയാകുന്നത്. രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിലവിലിപ്പോൾ ഹൈക്കമാൻഡ് കൂടി കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നുള്ളതാണ്. സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ വന്നിട്ടുള്ളതും. കൂടുതൽ ആരോപണങ്ങൾ ഈ ഉയർന്നു വരുന്നത് ഗൗരവത്തോടെയാണ് ഹൈക്കമാൻഡ് കാണുന്നത്. ആ സ്ഥാനത്ത് തുടരുന്നിടത്തോളം കൂടുതൽ ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. രാഹുലിനെതിരെ ഹൈക്കമാൻഡിന് മുന്നിലും പരാതി പ്രളയം വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലതെന്ന് VD സതീശനും ഹൈക്കമാൻഡിനെ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൽ ഉണ്ട്. നേരത്തെ CPIMനെതിരെ ഈ ആരോപണം, CPIMലെ നേതാക്കൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അവിടെ ആരും രാജിവെച്ചിരുന്നില്ല. ഇതിപ്പോൾ രാഹുലിനെ ബലിയാടാക്കിക്കൊണ്ട് ധാർമ്മിക മൂല്യം എന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ച് സതീശന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം കൂടിയാണ് കിട്ടുന്നത്. ഒരു വെടിക്ക് സതീശനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് വരുന്നത്. ഒപ്പം തന്നെ മറ്റൊരാളെ, അത് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, തനിക്കെതിരായി നിൽക്കുന്നവരെ നിലംപരിശാക്കാനുള്ള ഒരു അവസരം കൂടി വരും. കാരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ട്. തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ ബലി കൊടുത്തുകൊണ്ടായാലും ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് ആ കസേരയിലേക്ക് കൂടുതൽ അടുക്കാൻ VD സതീശനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതെ വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഇത് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നതിനാൽ രാജി അനിവാര്യമായി മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിനാണ് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ആരോപണങ്ങൾ തുടർക്കഥയാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണമൊരുക്കാൻ ഷാഫി പറമ്പിൽ പക്ഷം. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചാൽ DCCയിൽ കൂട്ടരാജി ഉണ്ടാകുമെന്നാണ് വെല്ലുവിളി. പാലക്കാട്ടെ ഷാഫി പറമ്പിൽ പക്ഷമാണ് രാഹുലിനൊപ്പം രാജിക്കായി ഒരുങ്ങുന്നത്. ഇന്നലെ രാത്രി C ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, എന്തായാലും രാഹുലിന്റെ രാജി സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായം തന്നെയാണ് ഉടലെടുത്തിട്ടുള്ളത്. അതിൽ ഏറെ ശ്രദ്ധേയമെന്നുള്ള കാര്യം, ഈ ഒരു കാര്യത്തെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു വിഭാഗം തന്നെ ഉണ്ട്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. തൊട്ടു പിന്നാലെ അതിനെ എതിർക്കുന്നവരും ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇവരുടെ ഒരു തമ്മിലടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ?